ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? കുറേ നാൾ കൂടിയാണ് ഞാനൊരു ലൈവ് ഇന്ന് വരുന്നത്. ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതോ അല്ലെങ്കിൽ ഒരു മുന്നേറെ തയ്യാറെടുത്ത് വരുന്ന ലൈവ് ഒന്നുമല്ല. കാരണം നാളത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. നാളെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത നമ്മുടെ മെമ്പേഴ്സിന് സ്വോൺ ഇൻ ആവുകയാണ്. അതായത് എന്നാ പറയുക, സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരവസരമാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു എൻ്റെതായ ഒരാശംസ എല്ലാവർക്കും നേരാം, എൻ്റെതായ ചില ഐഡിയാസ് എല്ലാം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഞാൻ എത്തുന്നത്. ആദ്യമായി ജയിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുന്നു. നാളെ നിങ്ങളെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നിങ്ങൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചെല്ലുമ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സാക്ഷി നിർത്തിയിട്ട് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ നിർത്തിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അപ്പം എല്ലാവരും ഒരു കാര്യം ഓർക്കണം, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ഓരോരുത്തരും നിങ്ങളെ വിശ്വസ്തയോടെ ഒരു ചുമതല നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങളെ ഈ ചുമതല ഏൽപ്പിക്കുകയാണ്. ആ ചുമതല എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം. കാരണം ധർമ്മ അല്ലെ പത്രപ്രവർത്തനങ്ങൾ, അതിൻ്റെ എന്നാ പറയുന്നത്, പത്രസംസ്കാരം വളരെ മൂല്യച്യുതി വന്നേക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ അവിടെ എന്നാ കിടക്കുന്നത് ചോദിച്ചാൽ, എല്ലാവരും ഒന്ന് ഭരിക്കാൻ, റൂൾ ദ നേഷൻ അല്ല റൂൾ ദ സിറ്റി ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പം ആരെയും റൂൾ ചെയ്യാൻ, അതായത് ഭരിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഉള്ള ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നാടിനെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നാളെ നിങ്ങൾ ഇരിക്കുമ്പം, അതായത് നാളെ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജയിച്ചവർക്കെല്ലാവരോടും ഞാൻ ഒരു വിനീതമായ അപേക്ഷയാണ്, ആരെയും ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഭരിക്കാൻ പണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പം നമുക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യരാൽ നയിക്കുന്ന ഒരു എന്നാ പറയുന്നത് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഡെമോക്രസി. അപ്പം എൻ്റെ കൂട്ടുകാരോടും സഹോദരങ്ങളോടും, അതായത് വിജയിച്ച എല്ലാ സഹോദരങ്ങളോടും, എല്ലാ പാർട്ടിക്കാരുമുണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ആം ആദ്മി ഉണ്ട്, UDF ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാ സഹോദരി സഹോദരങ്ങളോടും വിനീതമായി ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു എന്നാ പറയുന്നത് ഒരു ചെറിയൊരു അപേക്ഷയാണെന്ന് കരുതിക്കൊള്ളു. അങ്ങനെ നിങ്ങൾ സ്വർണിനാകുമ്പം ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വിശ്വസ്തയോടെ നിങ്ങളെ ഒരു സ്ഥാനം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോടെ നീതിയോടും കൂടി നമ്മുടെ ജനസമൂഹത്തിന് നന്മയുള്ള രീതിയിൽ, നന്മയാവുന്ന രീതിയിൽ, നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക. അത് ഇന്നാരെന്നല്ല, ആർക്കെന്നല്ല, അതിനകത്ത് വ്യക്തികളില്ല കേട്ടോ. ഇത് എൻ്റേതാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതൊന്നുമില്ല. നാം ഓരോരുത്തരും, നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ ഓരോരുത്തരും തരുന്ന വോട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന, നമ്മുടെ സമൂഹം ഏൽപ്പിക്കുന്ന ഒരു ചുമതലയാണ്, നയിക്കാൻ, നമ്മുടെ നാടിനെ നയിക്കാനുള്ള ഒരു കാര്യം. ശരി, ഇത് ജയിച്ചവരോട് ഞാൻ ഒരു അപേക്ഷയാണ്. രണ്ടാമത്, തോറ്റു എന്ന് പറയപ്പെടുന്ന, ഞാൻ ഒരിക്കലും തോറ്റു എന്ന് പറയത്തില്ല, എങ്കിലും ഒരു ജയം ഉണ്ടെങ്കിൽ ഒരു തോൽവി ഉറപ്പാണ്. അപ്പം തോറ്റുപോയി, ഈ പ്രാവശ്യം ഇലക്ഷന് തോറ്റുപോയി, അല്ലെങ്കിൽ സ്ഥാനങ്ങളൊന്നും കിട്ടാത്ത എൻ്റെ സഹോദരങ്ങൾ, അവരും എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഞാനൊരു കാര്യം പറയാം. 10 വർഷം ഒന്നല്ല, 10 വർഷം നിങ്ങളെ ഇതുപോലെ ഇലക്ഷന് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ സമൂഹം അവരുടെ സമ്മതിദാനാവകാശം നൽകി നിങ്ങൾക്കൊരവസരം തന്നിരുന്നു. അപ്പം അതിലെന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തിരുത്തലുകൾ വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പ്രാവശ്യം അത് മാറി
ഒരു ജയം വേറെ ഒരു കൂട്ടം ആൾക്കാർക്ക് കിട്ടിയത്. അപ്പം തോറ്റു എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയാ നിഷ്ക്രിയരാകാതെ, അതായത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും ഈ ഇലക്ഷന്റെ റിസൾട്ട് അറിയുമ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്യൂസ് സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാ അതിന്റെ കാര്യം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഒരാൾക്ക് ആരെ തെരഞ്ഞെടുക്കണമെന്നുള്ള ഒരു എന്താ പറയുന്നത് അവകാശമുണ്ട്. അപ്പൊ ആ തോൽവി എന്ന് പറയുന്നത് അത് അംഗീകരിക്കുക. കാരണം നാളെ എന്നും ഈ തോൽവിയായിട്ടിരിക്കുകയല്ല. നാളെ നിങ്ങളുടെ കർമ്മപഥത്തിൽ നിങ്ങൾ നന്നായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. സോറി, ഇന്ന് നിങ്ങൾ തോൽവി ഫേസ് ചെയ്തുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ജയിച്ചവനെ പോയി തല്ല് അടിക്കുക, അതുകൊണ്ടൊന്നും അങ്ങനൊന്നും ആർക്കും ദർ ഇസ് നോ റൈറ്റ് ഫോർ ദാറ്റ്. കാരണം ഇവിടെ ആർക്കാണോ എന്നെ പോലെ തന്നെ, ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഇന്ത്യൻ പൗരനാണ്, എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു അവകാശമുണ്ട്. അത് ആർക്കും നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അതില്ല എന്ന് വെക്കാനോ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും, അതായത് ഇപ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചവരും മത്സരിച്ച് തോറ്റവരുമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും ഞാൻ ഈ അപേക്ഷ പറയാണ്. ഇത് രണ്ടും നാളെ ഇലക്ഷന് ചെയ്യണം. നാളെ നിങ്ങൾ എന്താ പറയാ, വെൻ യു ആർ ഗോയിങ് ടു സ്വേൺ ഇൻ യു ഷുഡ് ഫോളോ, ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. അതുകൊണ്ട് ആരും ജയിച്ചവരോട് വീണ്ടും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഞങ്ങൾക്ക് സേവനം ചെയ്യുക, അല്ലെങ്കിൽ യു ഷുഡ് സെർവ് ദ നേഷൻ. നിങ്ങൾ സേവിക്കുക നാടിനെയും ജനങ്ങളെയും. അപ്പൊ കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും, ഞാൻ ഭരിക്കാനായിട്ട് വന്നു, ഞാൻ ഭരിക്കാൻ പോകണമെന്നുള്ള ചിന്തകൾ പാടില്ല. അങ്ങനെ ആരെ നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടില്ല. അത് വീണ്ടും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ നാളത്തേക്ക് സ്വർണിനാവാൻ പോകുന്നു, അല്ലെങ്കിൽ നാളെ എന്താ പറയാ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സ്ഥാനമാനങ്ങളിലേക്ക് കയറാൻ പോകുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, അഭിനന്ദനങ്ങൾ. ജഗദീശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ എന്നാ പറയുന്ന ജോലി സംബന്ധമായ അല്ല നിങ്ങളെ നയിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടെ ഇരിക്കട്ടെ. നല്ല രീതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ എല്ലാ നന്മകളും നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും, എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയ ഭാഷയുള്ള നന്ദി രേഖപ്പെടുന്നു. ഹാറ്റ്സ് ഓഫ് യു. സോ സൂരജ് സൈനിങ് ഔട്ട്. വീണ്ടും കാണുന്നിടം വരെ വണക്കം. ഞാൻ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇനിയും വരും. ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഇതിൻ്റെ പിന്തുടർച്ച ഇനിയുണ്ട്. ഞാൻ വരുന്നുണ്ട്, അധികം താമസം 1-2 പ്രാവശ്യം കൊണ്ട് ഞാൻ ലൈവ് വളരെ അത്യാവശ്യം വരുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നു വളരെ വലിയ കാര്യം. കാരണം ഞാൻ ഈ ക്രിസ്മസ് സീസണിൽ പുറത്തിറങ്ങുമ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാനത് പറയാൻ തന്നെ ചെയ്യും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിട ചോദിക്കുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.